തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. അധിക നാൾ ജീവിച്ചില്ല അവൾ, കുറച്ച് നാൾ. പക്ഷെ എല്ലാവർക്കും സുഗന്ധം കൊടുത്തു. അവളും അവളുടെ കുടുംബവും പിന്നീട് വിശുദ്ധരായി തീർന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യയാണത്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. ഒരു നല്ലൊരു വാചകം എങ്ങനെയാണ്? ലിറ്റിൽ ഫ്ലവർ ഷോ യുവർ പവർ ഇൻ ദിസ് അവർ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ പുണ്യവതിയുടെ മാധ്യസ്ഥം ഉണ്ടാവും എന്നൊക്കെയാണ് വിശ്വാസം. അങ്ങനെ പ്രാർത്ഥിച്ച് ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന കൊച്ചുത്രേസ്യ പുണ്യവതി ഇങ്ങനെ നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു. പുണ്യവതിയുടെ പ്രാർത്ഥന കേട്ട് ദൈവം അനുഗ്രഹം കൊടുത്തതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ നവമാലികയിൽ പോലും, അവളുടെ ആ കുറിപ്പുകളുള്ള പുസ്തകത്തിൽ, ആത്മകഥയിൽ പോലും അങ്ങനെ പറയുന്നുണ്ട്. ഒരു സംഭവം നമുക്കറിയാം. ഫ്രാൻസിനി എന്ന് പറയുന്ന നിരീശ്വരവാദിയായ മനുഷ്യനാണ്. ഈശോയെ ഇഷ്ടമില്ലാതെ മരിക്കുന്നതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ചങ്ക് പൊട്ടുക കൊച്ചായിരുന്ന കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ജീവിതത്തിൽ. അവളിങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് ഈ മനുഷ്യൻ മരിക്കുമ്പോൾ നിരീശ്വരവാദിയായിട്ട് മരിക്കണമെന്ന് കേൾക്കാനല്ല ഇഷ്ടം, വിശുദ്ധനെ പോലെ ജീവിച്ച് മരിച്ചു എന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. കൊലക്കളത്തിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ അവസാനത്തിൻ്റെ മരണത്തിൻ്റെ ആ സമയത്ത് ഫ്രാൻസിനി എന്ന് പറയുന്ന മനുഷ്യൻ, നിരീശ്വരവാദിയായ മനുഷ്യൻ, അവിടെ ഉണ്ടായിരുന്ന ഒരു കുരിശ് ചുംബിച്ചിട്ട് പറയും, ഈശോ എൻ്റെ രക്ഷകനാണ്. അങ്ങനെ പറഞ്ഞിട്ട് മരിച്ചു. ഈ വാർത്ത പേപ്പറിൽ കൊച്ചുത്രേസ്യ പുണ്യവതി കാണാം. വല്ലാത്ത സന്തോഷവും ആഹ്ലാദവും ഒക്കെ അവൾക്ക് നിറയാം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നന്മ ചെയ്ത് കടന്നു പോകുന്നൊരു വ്യക്തിത്വമായിരുന്നു കൊച്ചുത്രേസ്യ പുണ്യവതി. മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിരുന്നു. വല്ലാത്തൊരു ഊർജ്ജമുള്ള ഒരു കുടുംബത്തിൻ്റെ നവീകരണത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്ന, അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ആയിട്ട് പ്രേക്ഷിതരുടെ മധ്യസ്ഥ എന്നൊക്കെയാണ് പുണ്യവതിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ ഈ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ എന്തായിരുന്നു സ്ട്രൈവിങ് ഫോഴ്സ്? എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ കുറച്ച് സമയം കൊണ്ട് ചെയ്തു തീർക്കാനൊക്കെ ആയിട്ട് പറ്റിയത്? ഞാൻ ചോദിക്കുമ്പോൾ പറയണത് ഇങ്ങനെയാണ്. എന്നും വീട്ടിൽ ജപമാല ചൊല്ലുമായിരുന്നു, ഒഴിവ് കിട്ടുമ്പോൾ ജപമാല ചൊല്ലുമായിരുന്നു. പ്രത്യേകിച്ച് പ്രഭാതത്തിൽ ഉണരുമ്പോൾ അമ്മയോട് പ്രാർത്ഥിച്ചിട്ട്, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എഴുന്നേൽക്കാറ്. കൊച്ചുത്രേസ്യ പുണ്യവതി പറയുന്നുണ്ട്, എൻ്റെ അമ്മ, സ്വന്തം എനിക്ക് ജന്മം നൽകിയ അമ്മ മാതാവിൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്കെങ്ങനെയാണ് രാവിലെ എഴുന്നേറ്റ് മാതാവിനോട് പ്രാർത്ഥിക്കാതെ ദിവസം ആരംഭിക്കാൻ പറ്റുക? കാണുന്നവരോടൊക്കെ ജപമാല ചൊല്ലണം എന്നായിരുന്നു കൊച്ചുത്രേസ്യ പുണ്യവതിയൊക്കെ ജീവിതത്തിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടില്ലേ, കൊച്ചുത്രേസ്യ പുണ്യവതി വിശുദ്ധയായി. മാത്രമല്ല, ആ കുടുംബം പോലും വിശുദ്ധരായിട്ട് തീർന്നു. കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ അമ്മയും അപ്പനും വിശുദ്ധ നമുക്കറിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അന്നത്തെ ആ ഒരു ശുശ്രൂഷയിലൂടെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ചേർക്കപ്പെടുക. ഒരു കുടുംബം വിശുദ്ധരായി തീർന്നു. വിശുദ്ധരുടെ കുടുംബമായിട്ട് കൊച്ചുത്രേസ്യ പുണ്യവതി അമ്മയും അപ്പനും വിശുദ്ധരായിട്ട് തീർന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഇങ്ങനൊരു മാറ്റം സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഒക്കെ പറയണ വാചകം എങ്ങനെയാണ്? ആ കുടുംബം എല്ലാവരും പ്രഭാതത്തിൽ ജപമാല ചൊല്ലിയിരുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലാണ്. പുറമേ കാണുന്ന ചന്തമുള്ളൂ. പുറമേയൊക്കെ എന്ത് ഭംഗിയാണ് നമ്മുടെ വീടുകൾ, നല്ല നല്ല ചായയൊക്കെ പൂശുന്നുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിലോ വീട്ടിൽ അത്ര ഭംഗിയൊന്നുമില്ല ഈ ദിവസങ്ങളിൽ. അപ്പോൾ നമ്മുടെ വീട് ഭംഗിയുള്ള വീടാവണം, കൃപയുള്ള വീടാവണം,
അനുഗ്രഹമുള്ള വീടാണ്. അതിന് ഇന്ന് വീട്ടിലുള്ള എല്ലാവരും രാവിലെ എഴുന്നേറ്റ് തന്നെ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങാം. ഇനി നമുക്കൊരു തീരുമാനം എടുക്കാം. ഇന്ന് മുതൽ ഓരോ പ്രഭാതത്തിലും ഞാൻ ജപമാല ചൊല്ലിയിട്ട് ഞാനും എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മക്കളും ഒരുമിച്ച് ജപമാല ചൊല്ലി ജീവിതം ആരംഭിക്കും. ഉറപ്പ് പറയാം, വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ കുടുംബം വിശുദ്ധരുടെ കുടുംബം എന്ന് വിളിക്കപ്പെടും. അങ്ങനെയുള്ളൊരു കുടുംബമായിട്ട് തീരാൻ ഒരു കൊതിയില്ലേ നമുക്ക്? കുച്ചറേസി പുണ്യവതിയുടെ കുടുംബം പോലെ നമ്മുടെ കുടുംബം സ്വർഗത്തിൻ്റെ ഭവനമായിട്ട് തീരാൻ, തിരുക്കുടുംബം പോലെയുള്ള കുടുംബമായിട്ട് തീരാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാം. അവൾ നമ്മുടെ വീട്ടിലുള്ള കുറവുകൾ പരിഹരിക്കും. കാനായിലെ കുടുംബത്തിൻ്റെ കുറവ് പരിഹരിച്ചതുപോലെ അവളെ നെഞ്ചോട് ചേർക്കാൻ നമുക്കാവട്ടെ. ആമേൻ.